നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമായി സൗദിയുടെ പുതിയ നിയമം. രാജ്യത്തെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും അവ നൽകുന്ന ചികിത്സാ സേവനങ്ങൾക്കായി ഈടാക്കുന്ന ചിലവുകൾ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി പരസ്യപ്പെടുത്തണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി. ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ അംഗീകരിച്ച ആരോഗ്യ സ്ഥാപന നിയമ ഭേദഗതിയിലാണ് ഇത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. പുതിയ ഭേദഗതി നിയമമായി വരുന്നതോടെ ഇതിന് വിരുദ്ധമാകുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അസാധുവാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതോടെയാണ് ഇവ നിയമമായി മാറുക. ജീവകാരുണ്യ സംഘടനകൾ, സർക്കാർ ഇതര സംഘടനകൾ, സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ തുടങ്ങിയവർക്കും പുതിയ നിയമങ്ങൾ ബാധകമാണ്. മെഡിക്കൽ സേവനങ്ങളുടെ ഫീസ് പരസ്യപ്പെടുത്തണം എന്നതിനു പുറമെ ആരോഗ്യ സ്ഥാപന നിയമവുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിൽ സുപ്രധാനമായ മറ്റു മാറ്റങ്ങളും പുതിയ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ആരോഗ്യ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, മാനേജിംഗ് ഡയറക്ടർ എന്നിവരുടെ യോഗ്യതകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തി. അതോടൊപ്പം മെഡിക്കൽ കോംപ്ലക്സുകളുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട നിബന്ധനകളിലും ഭേദഗതികൾ കൊണ്ടുവന്നു. സ്വകാര്യ മെഡിക്കൽ സ്ഥാപനങ്ങളിലെ മെഡിക്കൽ ഡയറക്ടർ സൗദി പൗരനായിരിക്കണമെന്നതാണ് നിബന്ധനകളിലൊന്ന്. സ്പെഷ്യലൈസ്ഡ് ഡെന്റൽ ആശുപത്രികളിൽ ഡെന്റിസ്റ്റ് മെഡിക്കൽ ഡയറക്ടറുടെ ചുമതല വഹിക്കാം. ആശുപത്രികളിൽ രോഗിയെ രജിസ്റ്റർ ചെയ്യാനും ഫയൽ ഓപ്പൺ ചെയ്യാനുമായി ഫീസ് ഈടാക്കരുത്. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യമായിരിക്കണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ആശുപത്രി സേവനങ്ങൾക്കുള്ള നിരക്കുകളിൽ ഡിസ്കൗണ്ട് ഓഫറുകളോ മറ്റ് ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കരുതെന്നും പുതിയ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ ക്ലിനിക്കിന്റെ ഉടമസ്ഥൻ സൗദി ഡോക്ടർ ആയിരിക്കണമെന്നും പുതിയ നിയമ ഭേദഗതി അനുശാസിക്കുന്നു. ക്ലിനിക്കിലെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടറുമായിരിക്കണം. ക്ലിനിക്കിന്റെ മേൽനോട്ടത്തിലുള്ള പൂർണ്ണ ചുമതല ഇദ്ദേഹത്തിനായിരിക്കുമെന്നും പുതിയ ഭേദഗതി അനുശാസിക്കുന്നു. എല്ലാ മെഡിക്കൽ കോംപ്ലക്സുകളിലും ഒരു മുഴുവൻ സമയ സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം. അതോടൊപ്പം റേഡിയോളജി കേന്ദ്രങ്ങൾ, സർജറി കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പ്രത്യേക സൂപ്പർവൈസറുടെ സേവനം ലഭ്യമായിരിക്കണം. ആശുപത്രികളിൽ പ്രസവ ആവശ്യങ്ങൾക്കായുള്ള പൂർണ്ണ സ്വകാര്യതയോടുള്ള 2 മുറികളെങ്കിലും ചുരുങ്ങിയതുണ്ടായിരിക്കണം. പ്രസവവേളയിൽ ശുശ്രൂഷയ്ക്കായി മിഡ്വൈഫിന്റെ സേവനവും ഇവിടെ ലഭ്യമാക്കണം. സിസേറിയൻ നടത്തുന്നതിനുള്ള പ്രത്യേക മുറിയും ഇവിടെ സജ്ജീകരിക്കണമെന്നും നിയമ ഭേദഗതി അനുശാസിക്കുന്നു. അതോടൊപ്പം നവജാത ശിശുക്കളുടെ പരിചരണത്തിനും ചികിത്സയ്ക്കുമായി പ്രത്യേക മുറിയും സജ്ജീകരിക്കണം. അതോടൊപ്പം വളർച്ചാ പ്രശ്നങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി മെറ്റേണിറ്റി വാർഡിലെ 20% കുറയാത്ത ബെഡുകൾ മാറ്റിവെക്കണമെന്നും പുതിയ നിർദ്ദേശങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.